കേന്ദ്രങ്ങളിലെ യുവജന പങ്കാളിത്തം അതിൻ്റെ പിന്തുണയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ജാഥയുടെ ആ ഒരു സ്പിരിറ്റ്, ജാഥ മുന്നോട്ട് വെച്ച വികസന തുടർച്ച എന്നതിന് നല്ല സ്വീകാര്യത കിട്ടിയിരിക്കുക. മറ്റൊരു ഭാഗം ഞങ്ങൾ അത് വിമർശനപരമായി കാണുന്ന ഒരു കാര്യമാണ്. അത് കോൺഗ്രസ് നയിക്കുന്ന ജാഥ, കോൺഗ്രസ് നയിക്കുന്ന UDFൻ്റെ ഒരു ജാഥ പ്രതിപക്ഷ നേതാവ് നയിക്കുന്നുണ്ട്. ഓരോ ദിവസവും അദ്ദേഹം നിങ്ങളെ കണ്ട് കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് BJPയെക്കുറിച്ച് ഒന്നും പറയുന്നു. ഇപ്പോൾ ആ ജാഥ തുടങ്ങിയതിന് ശേഷം പെട്രോൾ വിലയിൽ 10 രൂപയുടെ വർധനവുണ്ട്. നമ്മുടെ 100 രൂപയുടെ വർധനവ് വാതകത്തിൻ്റെ കാര്യത്തിലുണ്ട്. അതൊന്നും ഇവരെ സ്പർശിക്കുന്നേയില്ല. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നിലപാടുകൾ, അതിനോട് പൂർണ്ണ നിശബ്ദത പാലിച്ചുകൊണ്ട് പിണറായി വിജയനെ വ്യക്തിപരമായിട്ടും മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നയിക്കുന്ന ഗവൺമെൻറ്റിനെ വലിയ തോതിലും വിമർശിക്കുക, ആക്ഷേപങ്ങൾ പറയുക, അതിനെതിരായിട്ടും അദ്ദേഹത്തിനെതിരായിട്ടും അവാസ്തവങ്ങൾ പ്രചരിപ്പിക്കുക, അതിനു വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ജാഥയായിട്ട് പിന്നെ ഈ UDF ജാഥ ചെറുതായി പോയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പരിമിതിയായിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചപ്പോൾ മത ന്യൂനപക്ഷങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. ഇവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇടതുപക്ഷത്തെ അവരുടെ സംരക്ഷകരും സുഹൃത്തുക്കളുമായി ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളത് അത് ഏറ്റവും വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ആരാണ് മത ന്യൂനപക്ഷത്തിൻ്റെ കൂടെ ചാഞ്ചാട്ടമില്ലാതെ നിൽക്കുന്നത് എന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ഇവിടെ മൃദു ഹിന്ദുത്വ നയങ്ങളുമായി BJPയോട് ചേർന്ന് പോകുന്ന കോൺഗ്രസ്സിന് ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംഘപരിവാറും കേന്ദ്ര BJP ഗവൺമെൻറ്റും സ്വീകരിക്കുന്ന നിലപാടുകൾ അത്ര അപകടകരമാണ് എന്നൊരു തിരിച്ചറിവ് ഇപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൽ എല്ലാവർക്കും ഉള്ളതാണ്. ഇവിടെ വോട്ടോ സീറ്റോ നോക്കാതെ RSSൻ്റെ ഹിന്ദു വർഗീയതയ്ക്കെതിരെ പോരാടുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. ആ നിലപാടെടുക്കുന്ന ഗവൺമെൻറ്റാണ് കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്. അത് ന്യൂനപക്ഷങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നു എന്ന വസ്തുതയാണ് മലപ്പുറം ജില്ലയിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ BJPയിലേക്ക് കൂട്ടത്തോടെ പോകുന്നത്. ആ കാര്യം മതനിരപേക്ഷ വിശ്വാസികൾക്കറിയാം, നമ്മുടെ മത ന്യൂനപക്ഷങ്ങൾക്കും അറിയാം. കോൺഗ്രസ് ബാബരി മസ്ജിദിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അനുവാദം കൊടുത്ത
പ്രസ്ഥാനമാണ് എന്ന് ഒരു ചരിത്ര വസ്തുതയാണ്. അവിടെ വിഗ്രഹ ആരാധന അനുവദിച്ചതും കോൺഗ്രസ് ആയിരുന്നു. മസ്ജിദ് തകർക്കാൻ സംഘപരിവാർ ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ നരസിംഹ റാവു ഗവൺമെന്റ് നിശബ്ദമായി നിന്നു. അത് തടയാൻ കഴിഞ്ഞില്ല എന്നതും ചരിത്ര യാഥാർത്ഥ്യമാണ്. ഈ നിലയിൽ ബാബരി മസ്ജിദുമായി രൂപപ്പെടുത്തിയ രാഷ്ട്രീയത്തെ നമ്മുടെ ഹിന്ദു വർഗീയത ഉപയോഗപ്പെടുത്തി. ബാബരി മസ്ജിദ് തകർത്തത് തങ്ങളുടെ വിജയമാണ് എന്നുള്ള നിലയിൽ തീവ്ര വർഗീയ ശക്തികൾ രാജ്യത്ത് കരുത്തോടെ വളരാൻ ഇടയൊരുക്കുകയുണ്ടായി. അതും കോൺഗ്രസിൻ്റെതാണ്. ഇപ്പം ഏറ്റവും ഒടുവിൽ രാമക്ഷേത്രം പണിയാൻ പ്രധാനമന്ത്രി തന്നെ പോയപ്പോൾ അതിനെ ശക്തിയായി എതിർത്തത് ഇടതുപക്ഷമാണ്. കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ ഇതിന് ആശീർവാദം ചൊരിയാൻ മത്സരിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെയുള്ള ഒരു കോൺഗ്രസിനെ മത ന്യൂനപക്ഷങ്ങൾ വിശ്വസിക്കണം എന്നാണ് UDF ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ UDFന്റെ ഒരു അഴിമതി രാഷ്ട്രീയം കേരളത്തിലുണ്ട്. നമ്മളെല്ലാം അത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള 5 വർഷത്തെ UDF ഭരണത്തിൽ കണ്ടതാണ്. ജനങ്ങൾ ഭരണമൊന്ന് പോയി കിട്ടിയാൽ മതി എന്ന് ആശിക്കുന്ന തരത്തിൽ അവസാന ദിവസങ്ങളിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നതാണ്. എല്ലാ ജീർണതകളുടെയും ഉയർന്ന രൂപം എന്നതായിരുന്നു UDFന്റെ അവസാന കാലം. ഇവിടെ മത ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ മനസ്സിൽ ആശങ്കയുടെ തീ കോരിയിടുന്ന BJP സംഘപരിവാർ ഭരണ നിർവഹണമുണ്ട്. അതിനെതിരായി നിൽക്കുന്ന LDF ഉണ്ട്. LDF ഗവൺമെന്റ് ഉണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, അദ്ദേഹത്തിൻ്റെ നിലപാടുകളുണ്ട്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം എടുത്ത ശക്തിയായ നിലപാടുണ്ട്. അപ്പം ഇവിടെ കോൺഗ്രസിനും UDFനും ന്യൂനപക്ഷ പിന്തുണ ഉറപ്പാക്കാൻ ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും ശ്രമിക്കുന്നുണ്ട്. ഇവിടെ വലിയൊരു കള്ളപ്രചരണം നടത്തുകയുണ്ടായി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ കൊണ്ടുവന്ന് ഇദ്ദേഹം പ്രധാനമന്ത്രിയാവാൻ പോവുകയാണെന്നും മത ന്യൂനപക്ഷ സുരക്ഷ ഉറപ്പാക്കും, ഇനി ഭയപ്പെടേണ്ട എന്നൊക്കെയുള്ള ദുഷ്പ്രചരണം ഇവിടെ നടത്തുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. BJPയെ പ്രതിരോധിക്കാനുള്ള പ്രാപ്തി ദേശീയ തലത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കെ BJPക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന രാജ്യത്തെ ഏക ഇടതുപക്ഷ സർക്കാരിനെതിരെ നീങ്ങാൻ ദുഷ്പ്രചരണവുമായി വന്നവർ യഥാർത്ഥത്തിൽ BJPയുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിനെ സംരക്ഷിക്കാൻ ഈ ശക്തിക്ക് സാധിക്കുമോ? ഈ തകർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ
സംരക്ഷിക്കാൻ ഇവർക്ക് സാധിക്കും. കോൺഗ്രസ്സുകാരൊക്കെ ബി ജെ പിയിലേക്ക് പോകും. യു ഡി എഫ് തോറ്റാലും യു ഡി എഫ് തോറ്റില്ലെങ്കിലും ഇന്നത്തെ ഇന്ത്യയിൽ കോൺഗ്രസ്സുകാർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോവുകയാണ്. അത് പിന്നെ കോൺഗ്രസിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഹിന്ദുത്വ ഭാഗത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ബി ജെ പിയെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി കോൺഗ്രസ്സിന് ഇല്ലാതെ പോയിരിക്കുകയാണ്. ആ ഇച്ഛാശക്തി ഇല്ലാതാവുന്നത് മൃദു ഹിന്ദുത്വ ഉള്ളടക്കം മേധാവിത്വം പുലർത്തിയതുകൊണ്ടാണ്. ഈ മൃദു ഹിന്ദുത്വ ഉള്ളടക്കമുള്ള കോൺഗ്രസ് നേതൃത്വത്തെ രാഹുൽ ഗാന്ധിയെ, പ്രിയങ്ക ഗാന്ധിയെ ഒക്കെ കേരളത്തിൽ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തണം എന്നാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നത്. ജനങ്ങൾക്ക് ഇവരെ കാണുമ്പോൾ മനസ്സിലാവും ഇവര് മൃദു ഹിന്ദുത്വത്തിന് വിധേയമായവരും അത് പ്രചരിപ്പിക്കുന്നവരുമാണ്. അതിൻ്റെ ചിഹ്നങ്ങളെ എടുത്ത് അണിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾ വസ്തുതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഇടതുപക്ഷത്തെ സംരക്ഷിക്കുക, ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കുക, ഇടതുപക്ഷ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച വികസനത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള നിലയിലുള്ള സമീപനം സ്വീകരിക്കാൻ പോവുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളിലും ഇടതുപക്ഷ ആഭിമുഖ്യവും വികസന തുടർച്ചയോടുള്ള താല്പര്യവും ഇന്നത്തെ കേരളത്തിൽ ദൃശ്യമാണ്. അത് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ വിഷയങ്ങളെ കൈകാര്യം ചെയ്തതിലുള്ള മികവിൻ്റെ കൂടി ഭാഗമാണ്. അപ്പോൾ വലിയ മുന്നേറ്റം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകും എന്നിത് വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ആഗ്രഹിക്കുന്നു എന്നുകൂടി ബോധ്യപ്പെടുത്തുന്ന സ്വീകരണങ്ങൾ കിട്ടുകയാണ്. വിശേഷിച്ച് മലപ്പുറത്ത് നമുക്ക് കിട്ടിയ ജനസ്വീകാര്യത അതിൻ്റെ വലിയൊരു തെളിവായിട്ടിപ്പോൾ മാറിയിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ സൂചിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് ബി ജെ പിയെ വളർത്തുന്ന കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടുകളുടെ സംരക്ഷകർ ഇവരാണ് എന്ന്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫ് വലിയ മേൽക്കൈ ഉണ്ടാക്കിയത്. അതിന്റെ ഒരു ക്യാമ്പയിനറായി വന്നത് രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം വന്നുള്ള രീതിയിലെ ചർച്ചകളുണ്ടായിരുന്നു. ഇടതുപക്ഷം ഭയപ്പെടുന്നുണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ ഒരു പ്രചാരണത്തിൽ വന്നാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള എൽ ഡി എഫിന്റെ മേൽക്കൈ ഇല്ലാതാവുമെന്നൊരു ആശങ്കയുണ്ട്. അല്ല, ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്നല്ലേ പ്രചരിപ്പിച്ചത്. അത് വിശ്വസിപ്പിക്കാനാണ് യു ഡി എഫ് പരമാവധി പരിശ്രമിച്ചത്. നമ്മുടെ യു ഡി എഫ് അനുകൂല മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധി ആ പ്രധാനമന്ത്രിയായാൽ നടപ്പിലാവാൻ പോകുന്ന കാര്യങ്ങളും ജനങ്ങളോട് പറയുകയുണ്ട്. യു ഡി എഫ് അനുകൂല മാധ്യമങ്ങൾ കാര്യമായിട്ട് അദ്ദേഹം പ്രധാനമന്ത്രിയായാൽ വരുത്തുന്ന മാറ്റങ്ങൾ തന്നെ ജനങ്ങളെ പഠിപ്പിച്ചു. പിന്നെ അദ്ദേഹം പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്നും പ്രചരിപ്പിച്ചു. അദ്ദേഹം അവിടെ ഇങ്ങോട്ട് പോന്നപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഒരു സൗകര്യം കിട്ടിയത്. ബി ജെ പി അധികാരത്തിലേക്ക് എത്തിക്കാനുള്ള സൗകര്യമാണ് യഥാർത്ഥത്തിലുണ്ടായത്. ആ ഉത്തരേന്ത്യയിൽ ബി ജെ പി പടർന്ന് കയറി മുന്നോട്ട് പോകുമ്പോൾ രാഹുൽ ഗാന്ധി നേരെ തണുത്ത കാറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നിലനിലയ്ക്ക് കേരളത്തിലൊന്ന് നോമിനേഷൻ കൊടുത്ത് മത്സരിച്ച് തന്നെ ബി ജെ പി വിജയത്തിൻ്റെ വേഗത വർദ്ധിപ്പിച്ച ഒരു ഘടകമാണ്. അപ്പം ജനങ്ങൾ ഈ മാധ്യമങ്ങൾ പറഞ്ഞതുപോലെ അദ്ദേഹം പ്രധാനമന്ത്രിയാവും എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു.
പക്ഷേ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് പോലും ആവാൻ പറ്റിയില്ല. അതിനുള്ള സീറ്റ് പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി കിട്ടിയിട്ടില്ല. സ്വയം പരാജിതനായി അദ്ദേഹം രാജിവെച്ച് സ്ഥലം വിടുകയും ചെയ്തു. പിന്നെ അദ്ദേഹം ഇപ്പോൾ ഇവിടെ വന്നിട്ട് പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞ ആള് പ്രതിപക്ഷ നേതാവ് പോലും അല്ലാതെയായി. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും രാജിവെച്ച് ഇപ്പം കേരളത്തിൽ വന്ന് സംസാരിച്ച ഞങ്ങൾ എന്തിനാ ഭയപ്പെടേണ്ടത്? ഒരു കാര്യം ആ നിലയിൽ ഞങ്ങൾക്കില്ല. കാരണം ഈ കോൺഗ്രസ് തളർന്ന് കോൺഗ്രസ്സുകാർ BJP ആവുന്നത് കണ്ണിൻ്റെ മുന്നിൽ കണ്ടിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഗാന്ധീപം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു മറ്റേ ഇതിൽ അർജുനൻ്റെ ആയുധമായിരുന്നു. ഗാന്ധീപം പ്രവർത്തനരഹിതമാകുമ്പോഴാണ് കുരുവംശത്തിൻ്റെ ആ തകർച്ച പൂർണ്ണമാകുന്നത്. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഏതാണ്ട് ഇപ്പോൾ എന്താ സ്ഥിതി? കോൺഗ്രസ് BJPയിലേക്ക് കൂട്ടത്തോടെ കോൺഗ്രസ്സുകാർ കാല് മാറുമ്പോൾ അതിനെ തടയാനാവുന്നില്ല. ആ ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം എത്തി. രാഹുൽ ഗാന്ധിക്ക് കഴിയും, പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുന്നുണ്ട്. അതാണ്. അപ്പോൾ പിന്നെ ഈ ഒരവസ്ഥയിലേക്ക് അവർ ചെന്നെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അതൊരു വലിയ തകർച്ച തന്നെ. സ്വയം പ്രധാനാർത്ഥം കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്ത ഒരു തകർച്ചയാണത്. ഒരു ബദൽ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ് കോൺഗ്രസും BJPയും നമ്മുടെ ഒരു മലയാള സിനിമയിലെ തലക്കെട്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ആ സിനിമയുടെ പേര് രാജൻ പി ദേവും നമ്മുടെ നരേന്ദ്ര അല്ലേ, നമ്മുടെ മാഷ് കോളേജിലായിരുന്നു, ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്നു. അപ്പോൾ അവര് ഇതൊരു സിനിമ ഉണ്ട്. അതെ, ആ പേര് ഞാൻ പറയാണ്ടിരിക്കുക. ഒരുപാട് ആളുകൾ പറഞ്ഞുകൊണ്ട് ഞാനത് എൻ്റെ ഒരു 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 വാചകമായിട്ട് അത് വരണ്ട എന്ന് വിചാരിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതാണ് സ്ഥിതി ഇപ്പോൾ. അതാണിപ്പോൾ അത് പിന്നെ നമ്മൾ അത് ആൾക്കാർക്ക് അറിയാം, ആൾക്കാരെ മനസ്സിലാക്കിയിട്ടുണ്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ LDF ഏതാണ്ട് 100 സീറ്റിൽ അസംബ്ലി സീറ്റിലേക്കുള്ള ലീഡ് ഉണ്ടായിട്ടുണ്ട്. UDF ഏതാണ്ട് 40ലേക്ക് ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ടെമ്പോയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ താങ്കളുടെ ജാഥ എത്തുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വിഷയം, ഒന്ന് ഉദ്യോഗാർത്ഥികളുടെ സമരം, മറ്റൊന്ന് ആഴക്കടൽ മത്സ്യബന്ധന അഴിമതി. ഈ രണ്ട് വിഷയത്തിലും സർക്കാർ പ്രതികൂട്ടിലായതുപോലെ തോന്നുന്നു. താങ്കൾക്ക് തോന്നുന്നുണ്ടെന്ന് അറിയില്ല, എന്താണ് അതിൻ്റെ വിശദീകരണം? ഈ ആഴക്കടൽ മത്സ്യബന്ധന അഴിമതിയുമായി ബന്ധപ്പെട്ട് ദിവസം തോന്നും പുതിയ പുതിയ രേഖകളും പുതിയ വെളിപ്പെടുത്തലുകളും പുതിയ പുതിയ നിഷേധങ്ങളും ഒക്കെ വരുന്നു. അത് എന്താ പറയുക, ആ വാചകത്തിൽ നോക്കിയാൽ പ്രതിക്കൂട്ടിൽ ആയതുപോലെ തോന്നുകയല്ല, പ്രതിക്കൂട്ടിലാക്കാൻ ചിലർ ശ്രമിക്കുക. അതാണ് സംഭവം. അപ്പോൾ തോന്നിയിട്ടില്ല, ശ്രമം നടക്കണം അവിടെ. അത് പിന്നെ പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും ഒരു കടലാസ് എടുത്ത് ഹാജരാക്കുക എന്നുള്ളത് ഒരു കൈത്തൊഴിലാണ്. അതിന് വിശ്വാസ്യത വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമില്ല. ഓരോ ദിവസം ഓരോ കടലാസ് എടുത്ത് ഹാജരാക്കി കളയും. ഇവിടെ എന്താണ് ജിം എന്ന് പറഞ്ഞ പരിപാടി ഇതുകൊണ്ട് നമ്മൾ ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും കൂടി നടപ്പിലാക്കിയതാണ്. എത്ര MOU ആണ് ഇവിടെ ഒപ്പിട്ട് വരുന്നതെന്ന്. സെക്രട്ടേറിയറ്റ് വിൽക്കാനുള്ള MOU ഉണ്ടോ എന്ന് നമുക്ക് തപ്പി നോക്കിയാലേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അത്രത്തോളം കെട്ട് കണക്കിനല്ലേ അവിടെ ജിമ്മിൽ MOU ഒപ്പിട്ട് പോയത്. ഇവിടെ ഗവൺമെൻറ്റിനൊരു നയമുണ്ട്. നയത്തിൽ നിന്ന് ഗവൺമെൻറ് വ്യതിചലിക്കുമ്പോഴാണ് നമ്മൾ ഗവൺമെൻറ്റിനെ വിമർശിക്കുക. മുഖ്യമന്ത്രി അത് കൃത്യമായിട്ട് ഇന്നലെ വ്യക്തമാക്കുകയുണ്ടായി. അതായത് നമ്മൾ എടുത്തൊരു തീരുമാനം വിദേശ ട്രോളറുകൾക്കോ തദ്ദേശീയ കോർപ്പറേറ്റുകളുടെ ട്രോളറുകൾക്കോ ആഴക്കടൽ മത്സ്യബന്ധനം നടത്താനുള്ള അനുവാദം നൽകാതിരിക്കാനാണ് ഈ കേരള ഗവൺമെൻറ് വലിയ സമ്മർദ്ദം കേന്ദ്ര ഗവൺമെൻറ് ചെലുത്തിയത്. കേന്ദ്ര ഗവൺമെൻറ് അതിനുള്ള അനുവാദം പിൻവലിക്കണം എന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ അനുവാദം കൊടുത്തത് നരസിംഹറാവു പ്രധാനമന്ത്രി ആയപ്പോഴാണ്. അന്നാണ് ഈ ആഴക്കടൽ മത്സ്യബന്ധനവും പിന്നെ ഈ പിന്നെ ഈ ട്രോളറുകൾ ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ വരുന്നതുമായി ബന്ധപ്പെടുത്തിയും
ഉള്ള വിഷയങ്ങൾ വന്നത്. വലിയ ശക്തമായ സമരങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കേണ്ടത്. നമ്മളെ ഫാദർ ഉണ്ടായിരുന്നില്ലേ, കോച്ചേരിയല്ലേ അല്ലേ, പഴയ ഫാദർ, വലിയ സമരം കേരളത്തിൻ്റെ ഇവിടെ നടന്നില്ലേ. നമ്മൾ ഇടതുപക്ഷക്കാരെ അതിനെ പിന്തുണച്ചു. ചെന്നിത്തല അതിനെ കളിയാക്കിയാലാ, അത് മറന്നു പോരുത്. ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്വന്തം തീരുമാനത്തെ ന്യായീകരിക്കാൻ അതിനെതിരായി വന്ന ജനരോഷത്തെ കളിയാക്കി വിട്ട ആൾക്കാരെ ഇവരൊക്കെ അന്ന് പാർലമെൻറ്റ് അംഗങ്ങളാണ്. ഞാനും പാർലമെൻറ്റ് അംഗമായിരുന്നു. ഞാൻ രാജ്യസഭ അംഗമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ചെന്നിട്ട് ആദ്യം ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ഈ ഡീപ് സീ ആഴക്കടൽ മേഖലയിൽ ട്രോളറുകൾ നിരോധിക്കുമോ എന്ന ചോദ്യം ആണ് ഞാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യം ചോദിച്ചത്. എനിക്ക് നല്ലൊരു ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ആ ചോദ്യത്തിന് വ്യക്തമായി ഉത്തരം നൽകാൻ അന്നത്തെ കേന്ദ്രമന്ത്രിക്ക് കഴിയാതെ വന്നു. ആ ഒരു സന്ദർഭത്തിൽ രാജ്യസഭയിൽ ഒരു ചർച്ച ആക്കിയിട്ട് അതിനെ മാറ്റി. അന്നത്തെ ചെയർമാൻ കൃഷ്ണകാന്ത് ഒരു ചർച്ച തന്നെ രാജ്യസഭയിൽ നടന്നു ഈ വിഷയത്തിൽ, ഈ പിന്നെ ആഴക്കടലിൽ വിദേശ ട്രോളറുകൾ അനുവദിക്കുന്നത് സംബന്ധിച്ച്. അപ്പോൾ കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ ഈ അനുവാദമെല്ലാം കൊടുത്തത്. ആദ്യം കൊടുത്തത് കോൺഗ്രസ്സാണ്. അവർ പിന്നെ ഇവിടെ വന്നിട്ട് ഒന്നാമത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ആ തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് വളരെ കൃത്യമായ നിലപാടാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ ഉള്ളത്. ആ നിലപാടുകൾ ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് യഥാർത്ഥത്തിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളോട് ഏറ്റവും കൂടുതൽ ആഭിമുഖ്യം പുലർത്തിയിട്ടുള്ള ഗവൺമെൻറ്റാണ്. അതിൻ്റെ നിലപാട് വളരെ കൃത്യമായിട്ട് ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ സംസ്ഥാനത്തിൻ്റെ തീരക്കടലിൽ യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്ക് നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കുമെന്നാണ് കേരള ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കാലഹരണപ്പെട്ട ഈ ബോട്ടുകൾക്ക് പകരം പുതിയ ബോട്ട് വേണ്ടി വരും. ആ സന്ദർഭത്തിലും മത്സ്യത്തൊഴിലാളികൾക്ക്, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രം ഇക്കാര്യത്തിൽ അനുവാദം കൊടുക്കുക എന്ന നിലപാടും ഈ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, സ്വതന്ത്രമായിട്ട് അവർ പിടിക്കുന്ന മത്സ്യത്തിൻ്റെ വില നിശ്ചയിക്കാൻ, വിപണനം നടത്താൻ അതിനുള്ള സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്. നമ്മുടെ ഗവൺമെൻറ് എപ്പോഴും മത്സ്യത്തൊഴിലാളി താല്പര്യത്തിൻ്റെ ഒപ്പേ നിന്നിട്ടുള്ളൂ. എല്ലാ കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനീ പറഞ്ഞല്ലേ, അവരുടെ നിലപാടുകളാണ് യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളി ഈ നമ്മുടെ തീരദേശത്തെ വറുതിയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത്. പിന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തെങ്കിലും പറയുക, പിന്നെ അതിന് മേമ്പൊടിക്ക് കളവ് പറയുക എന്ന വ്യാജ നിർമ്മിതി വസ്തുതകളുടെ കാര്യത്തിൽ ചെയ്യുന്ന ശൈലി നമ്മുടെ പ്രതിപക്ഷ നേതാവ് കുറേ ദിവസമായിട്ടുണ്ട്. ആ പ്രളയകാലത്ത് നമ്മൾ കണ്ടതാണ്, കോവിഡ് കാലത്ത് എല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ അത് തുടരുന്നു എന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട്, ഒന്ന് ഉദ്യോഗസ്ഥരായിട്ടാണെങ്കിൽ പോലും, MD ആയിട്ടാണെങ്കിൽ പോലും, KSLICയുടെ MD ആയിട്ടാണെങ്കിൽ പോലും ഒരു MOU വെച്ചിട്ടുണ്ട്. മാത്രമല്ല പള്ളിക്കരയിൽ 4 ഏക്കർ ഭൂമി ധാരണാപത്രമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ അത് റദ്ദാക്കി നിങ്ങൾ ചെയ്യണ്ടേ? അത് തിരുത്തേണ്ടതില്ലേ? അല്ല, കടലിൽ മീൻ പിടിക്കാൻ കരയിൽ പിന്നെ സ്ഥലം കൊടുക്കുമോ? നമ്മൾ പരസ്പര വിരുദ്ധമായിട്ട് കാര്യങ്ങളെ കാണുന്നു. അതല്ല. അപ്പോൾ അതിന് മറുപടി ഉണ്ട്. ഇവിടെ നമ്മൾ കണ്ടത് വെച്ചാൽ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ഉണ്ടോ, അത് നിങ്ങൾക്ക് ആർക്കും സ്ഥലം കൊടുക്കില്ല. അത് നാട്ടിലെ ഒരു സംഭവമില്ല. ഫുഡ് പ്രോസസ്സിംഗ്, ഭക്ഷ്യ സംസ്കരണം, അതിന് നമ്മൾ ഒരു ഗവൺമെൻറ്റിൻ്റെ പോളിസിയില്ലേ സ്ഥലം കൊടുക്കുന്നില്ല. അതിപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല, പിന്നെ കൊടുത്തോ ഇല്ലേ എന്നുള്ളതിൻ്റെ. അങ്ങനെ ഒരു സംഭവം നടക്കുക എന്നുള്ള മത്സ്യ സംസ്കരണം എന്നുള്ള നിലയിൽ നടത്തുന്നത് ഒന്നാണ്. അതിനൊക്കെ കൂടി കൂട്ടി കലർത്താൻ പറ്റും. അല്ല, അത് ഗവൺമെൻറ് പരിശോധിക്കണം. ഗവൺമെൻറ് അതിൻ്റെ
ചോദിച്ചുകൊണ്ട് ഗവൺമെന്റ് നിയമവിരുദ്ധമായി ഒന്നും ചെയ്യൂല, അതിലോ യാതൊരു സംശയമില്ല. ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധമായിട്ടൊന്നും ചെയ്യും. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ഇപ്പോൾ സോളാർ അഴിമതിയൊക്കെ നിൽക്കുമ്പോൾ പോലും സർക്കാരിനെ ഏറ്റവും പ്രതിച്ഛായ മോശമാക്കിയത് അന്നത്തെ റവന്യൂ മന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട ഭൂമി കച്ചവടമാണ്. ഇതൊന്ന് പ്രതിപക്ഷം അത് വളരെ ശക്തമായി വന്നതാണ്. ആളുകളുടെ ഇടയിലും അത് വലിയ രീതിയിൽ പ്രയാസം ഉണ്ടാക്കിയ ഒരു തീരുമാനമാണ്. അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് ഇപ്പോൾ 4 ഏക്കർ ഭൂമി ഈ EMCC കൊടുക്കുന്നു എന്ന് പറയുന്ന ഇതിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്നത് സർക്കാരിനും LDF-നും അത് ഗുണകരമാണോ? അല്ല, ഇവിടെ ഒരു ഭൂമി കച്ചവടം നടത്തില്ല, അത് യാതൊരു സംശയമില്ല. ഇപ്പൊ കിൻഫ്ര എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം. പിന്നെ വ്യവസായ സംരംഭകർക്ക് നിക്ഷേപം നടത്താൻ സഹായകരമായ പശ്ചാത്തല സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. അവിടെയൊന്നും ഭൂമി കച്ചവടക്കാരുടെ താല്പര്യം വരാതിരിക്കാൻ എന്നുള്ള നല്ല ജാഗ്രത LDF പുലർത്തുന്നുണ്ട്. ഗവൺമെന്റ് കൃത്യമായ ജാഗ്രത അക്കാര്യത്തിൽ കാണിച്ചുകൊണ്ട് നേരത്തുള്ള അനുഭവങ്ങൾ ഞാൻ ഇവിടെ പറയാൻ തുടങ്ങിയാൽ കുറേ ഒരു പട്ടിക എനിക്ക് പറയാൻ കഴിയും. എനിക്ക് നല്ല പരിചയമുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ ചില പാർട്ടിയുടെ നേതാക്കന്മാരുടെ മിച്ചഭൂമി തന്നെ എങ്ങനെ ഈ നിലയിൽ ഉപയോഗിച്ചു എന്നതും നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരാക്ഷേപം പറയുമ്പോൾ മറ്റൊരു ആക്ഷേപത്തിൻ്റെ മറുപടി വേണ്ട. ഇവിടെ വസ്തുത തന്നെ നമ്മുടെ മുന്നിലുണ്ട്. തെറ്റായ രീതിയിലുള്ള ഒരു പ്രവർത്തനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവില്ല. ഇങ്ങനെ തുടർച്ചയായിട്ട് പ്രതിപക്ഷ നേതാവ് ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഇപ്പം ഇന്നലെ ഇ.പി. ജയരാജനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾക്കെതിരെ അദ്ദേഹം സ്വാഗതം ചെയ്തു. അതായത് പ്രതിപക്ഷ നേതാവ് പ്രധാനമായിട്ടും പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കേസെടുത്ത് അന്വേഷണം സർക്കാർ നടത്തണം. പ്രതിപക്ഷ നേതാവിനെതിരെ അങ്ങനെ കേസെടുത്ത് അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാണോ? അതിനുള്ള സർക്കാരിനുണ്ടോ? അത് കൊള്ളാം. ഒരാള് കിണറ്റ് ചാടിയിട്ട് താഴേക്ക് നിങ്ങളൊരു ധൈര്യം കാണിക്കണം. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? എന്നാ ഈ കിണറ്റ് ചാടും സുഹൃത്തെ. പിന്നെ നല്ല ബുദ്ധി വൈഭവം അങ്ങേക്കുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കും. പക്ഷേ ഇത് നമ്മൾ ഒരു പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിക്കുക, എന്നിട്ട് നിങ്ങൾ കേസ് കൊടുക്കുന്നത്. അതിനെ പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ തന്നെ ഞങ്ങളെക്കുറിച്ച് എന്തെല്ലാം അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ മാനനഷ്ട കേസ് കൊടുക്കും. അതൊന്നും കൊടുക്കാൻ പോണില്ല. മനസ്സിലായില്ലേ? അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങളെ നാട്ടുകാരും കൂടി നോക്കിക്കാണുന്നുണ്ട്. അല്ല, അതന്നെ ഇത് ഞാനീ പറഞ്ഞില്ലുണ്ട്, എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. വളരെ കൃത്യമാണ്. നിങ്ങൾ വ്യാജ വാർത്തകൾ നിർമ്മിക്കും, എന്നിട്ട് നിങ്ങൾ തന്നെ പറയും നിങ്ങളൊന്ന് കേസ് കൊടുക്കി. എന്നാൽ പിന്നെ എല്ലാ ദിവസവും രാവിലെ കേസ് കൊടുക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇത് ഏർപ്പാടിയിട്ട് നടത്തിയിട്ട് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വ്യാജ വാർത്ത നിർമ്മിക്കും, ഞങ്ങൾ കേസ് കൊടുക്കുക. അതില്ല. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് വ്യാജ വാർത്ത ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾ കൊടുക്കുക, എന്നിട്ട് ഞങ്ങളോട് നിങ്ങളൊരു കേസ് കൊടുക്കും. ഇതേ ഈ ജാതി സൂത്രമൊന്നും നാട്ടിൽ ചെലവുണ്ട്. ഇതിലൊരു സുതാര്യത വേണ്ടതല്ലേ? ഇപ്പോൾ അതായത് ഫിഷറീസ് മന്ത്രി പറഞ്ഞു കണ്ടിട്ടില്ല, ചർച്ച നടത്തിയില്ല ഏകദേശം. പക്ഷേ പിന്നീട് അതിന്റെ ചിത്രങ്ങൾ വരുന്നു. ഇതിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിനപ്പുറം മത്സ്യത്തൊഴിലാളികളാണ്. അവർ ആദിവാസികളെ പോലെ അല്ലെങ്കിൽ കർഷകരെ പോലെ അടിസ്ഥാന വിഭാഗങ്ങളാണ്. അവരുടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുന്നത് LDF-ന് ഗുണമാണ്. താങ്കൾ LDF-ന്റെ കൺവീനറാണ്, CPM-ന്റെ ആക്ടിംഗ് സെക്രട്ടറിയാണ്. ഈ മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇടതുപക്ഷ ഗവൺമെന്റ് കാണിച്ച ഒരു ആത്മാർത്ഥതയുണ്ട്. അത് തീരദേശത്ത് ദൃശ്യമാണ്. തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ, ഞങ്ങൾ പാർട്ടി എന്ന നിലയിൽ CPIM ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് രേഖ വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അത് പാർട്ടി പ്രവർത്തനത്തിൻ്റെ മുൻഗണനകൾ എന്ന കാര്യത്തിൽ സ്ത്രീകൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, മത്സ്യത്തൊഴിലാളി വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് അവരുടെ പ്രശ്നങ്ങളെ ഇടതുപക്ഷം, വിശേഷിച്ച് CPIM പോലെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ കൈകാര്യം ചെയ്യേണ്ടത്. ആ നിലയിൽ തന്നെയാണ് ഞങ്ങളത് എല്ലാ ഘട്ടത്തിലും കൈകാര്യം ചെയ്ത് വന്നിട്ടുള്ളത്. നിങ്ങൾ കേരളത്തിൻ്റെ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളിൽ ചെന്ന് നമ്മൾ ഇന്നത്തെ ഒരു അനുഭവം പരിശോധിച്ചാൽ കാണാൻ കഴിയും. അവരുടെ വീടുകൾ നിർമ്മിക്കുന്നതിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയുണ്ട്. ഇത്രയേറെ മത്സ്യത്തൊഴിലാളികൾക്ക് വീടുകളും സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് സൗജന്യ റേഷൻ അനുവദിക്കുന്നത്, ഇത്രയേറെ കാലം സൗജന്യ റേഷൻ അവർക്ക് അനുവദിച്ചു കൊടുത്ത ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് പ്രയാസമുണ്ടായ സന്ദർഭങ്ങളിൽ ധനസഹായവും പിന്നെ ആഹാര സാധനങ്ങളും വീടുകളിൽ എത്തിക്കുന്നതിൽ വളരെ കൃത്യമായ നിലപാടുണ്ട്.
അവർ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ, അവർ പിടിച്ച മത്സ്യത്തിൻ്റെ വില, അതിൻ്റെ ആ വിൽപ്പന മേഖലയിൽ അവർ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനുള്ള ധൈര്യപൂർവ്വമായ നിലപാട് സ്വീകരിച്ചത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. പിന്നെ ഒരു കടലാസ് ചെന്നിത്തല എടുത്തോളുന്നുണ്ട്, മന്ത്രിമാരെ ഒരുപാട് ആൾ കാണാൻ വരും, ഫോട്ടോ കൊടുക്കും. അതുകൊണ്ട് തീരുമാനമോട് അതൊന്നും തീരുമാനമാവില്ല. തീരുമാനം എന്ന് പറയുന്നത് ഗവൺമെൻറ് എടുക്കുന്നതാണ്. പിന്നെ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനമാകട്ടെ, ഗവൺമെൻറ്റിൻ്റെ ഒരു നയമുണ്ടല്ലോ, അതനുസരിച്ച് വരുന്നില്ലേ. എന്തെല്ലാം ഘട്ടങ്ങളും കഴിഞ്ഞിട്ടാണ് ഇത്തരം ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. നാട്ടിൽ അത് ജനങ്ങളുടെ മുന്നിലേക്ക് വരില്ലേ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ? ചെന്നിത്തല ഒരാൾ ഒരു കടലാസ് കൊണ്ടേ കൊടുത്തു, ആ കടലാസ് വഴിയിൽ നിന്ന് എടുത്തു, ആ കടലാസാണ് ശരി എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തടപ്പുള്ള കാര്യമാണ്. വ്യക്തമാക്കി മുഖ്യമന്ത്രി അസന്നിഗ്ധമായി ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ അവ്യക്തതയുടെ പ്രശ്നമേ വരുന്നില്ല. ഗവൺമെന്റിന്റെ ഒരു നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രതിപക്ഷം ഒരു തെറ്റായ ആരോപണം ഉന്നയിച്ചു. പ്രതിപക്ഷത്തിന് ചിലവില്ല, ഭരണത്തിന്റെ അവസാനത്തിൽ സാധാരണ പതിവ് അത് ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട്. ഭരണം അവസാനിക്കുമ്പോൾ ഒരു കടലാസ് എടുത്തുകൊണ്ടിരും 5000 കോടി 10000 കോടി കോടിക്ക് വില ഇല്ലാന്ന് മനസ്സിലാവുക ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പാ. അപ്പോൾ ആ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന ഘട്ടങ്ങൾ മനസ്സിലായി. 5000 10000 25,000 കോടിയുടെ അഴിമതി എവിടെ? ഈ കൊച്ചു കേരളത്തിലെ വിശ്വസനീയമായ കാര്യം പറയാം. അഴിമതി എന്ന് പറഞ്ഞാൽ 5000 കോടിയുടെ അഴിമതി, 10000 കോടി. ഇനിയിപ്പോൾ 4 ദിവസം ഉണ്ടാവും. 23 ജാഥ അവസാനിപ്പിക്കുന്നത് വരെ ആ പൂജ്യം മുന്നിക്കിട്ടുകൊണ്ടിരിക്കും. ഈ വിദ്യ കേരളം ഒരുപാട്. നിങ്ങൾ പഴയ അസംബ്ലി രേഖകളിലേക്ക് പോകും, പഴയ അസംബ്ലി രേഖകളിലേക്ക് പോകും നിങ്ങൾ. ഇത്തവണ അത് അതിന് പോലും കഴിഞ്ഞില്ല. ഇത്തവണ ഇതിന് മുമ്പുള്ള LDF ഗവൺമെന്റിന്റെ അവസാനത്തിൽ, 2 ഗവൺമെന്റുകളുടെ അവസാനത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, എഴുതി കൊടുത്തിട്ടാണ് പിന്നെ വലിയ തുക ഞാൻ പറഞ്ഞ പൂജ്യം മുന്നോട്ടിട്ടിട്ട് അഴിമതി ആരോപണം കോൺഗ്രസ്സുകാർ ഇതൊക്കെ ഉന്നയിക്കണമെന്ന് വെച്ചാൽ നിങ്ങളത് കുറച്ച് വലുതാക്കി കൊടുക്കുന്നുണ്ടോ? ഞങ്ങളത് കൊടുക്കുമ്പോൾ ചെറുതാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഉന്നയിക്കുന്നതിൻ്റെ അളവ് കുറയും. അങ്ങനെയാണോ ഈ 3 ലക്ഷം പിൻവാതിൽ നിയമനം എന്ന് പറയുന്നത്? ഇതും ഈ പൂജ്യം കൂട്ടിയത് തന്നെയാണോ? വല്ല സംശയമുണ്ടോ? നിങ്ങളുടെ ഒരു പത്രം, ആ പത്രം എഴുതി ഇന്ന് 261 പേരെ നിയമിച്ചു. കഴിഞ്ഞ 4 മാസമായിട്ട് 1161 പേരെ നിയമിച്ചു. 4 മാസം കൊണ്ട് നിയമിച്ചത് 1100-ആണ്. അതിനെ നിങ്ങൾ 4 ഫ്രാഗ്മെന്റ് ചെയ്യും. അങ്ങനെ എത്ര 24 നമുക്ക് ഫ്രാഗ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എങ്ങനെ കൂട്ടിയിട്ടും 3 ലക്ഷത്തിൽ എത്താൻ പറ്റുന്നില്ല. 5 ലക്ഷം പിന്നെ ജീവനക്കാരെ ഇവിടെ ആകെയുള്ളൂ. മനസ്സിലായില്ലേ? ഇതിനൊക്കെ ചില ഏത് മനുഷ്യനും അറിയില്ലേ, ഇതിനെ ചില പിന്നെ സമൂഹത്തിനൊരു നിയന്ത്രണമുണ്ടല്ലോ. അതിൻ്റെ പരിധിക്ക് പുറത്തേക്ക് ഒരു ഗവൺമെന്റ് പോകും. ഗവൺമെന്റ് സ്വാഭാവികമായിട്ട് ഹ്യൂമാനിറ്റേറിയനായ ചില കാര്യങ്ങൾ ചെയ്യും. അത് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഭരണ നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾ ഒരു പുതിയ യൂണിവേഴ്സിറ്റി തുടങ്ങി, ആ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ചലിപ്പിക്കണമെങ്കിൽ ആൾ വേണ്ടേ? അവിടെ നിങ്ങൾക്ക് അംഗീകരിച്ച പോസ്റ്റ് ഉണ്ടാവില്ല. ഒരു യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ വിഭാഗം പ്രവർത്തിക്കണം, അക്കാഡമിക് വിഭാഗം പ്രവർത്തിക്കണം, ഭരണ വിഭാഗം പ്രവർത്തിക്കണം. 3 വിഭാഗം പ്രവർത്തിക്കണമെങ്കിൽ ഒരു മിനിമം സ്റ്റാഫ് സ്ട്രെങ്ത് വേണം. അവിടെ നമുക്ക് പോസ്റ്റ് കിട്ടാൻ ചിലപ്പോൾ 3, 4, 5 കൊല്ലം പിടിക്കും. എല്ലാവർക്കും ഭരണത്തെക്കുറിച്ച് അറിയുന്നവർക്കറിയാം. അപ്പോൾ എന്താ ചെയ്യുക? കോൺട്രാക്റ്റോ ദിവസക്കൂലിക്കോ ആളെ വയ്ക്കും. അതൊരു സാധാരണ നടപ്പാണ്. അപ്പോൾ അതാത് ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് ആയാലും ചെയ്തു പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ സാമ്പത്തിക അവസ്ഥ കാരണം യഥാർത്ഥത്തിൽ ഈ ഒരു പുതിയ സ്റ്റാഫിനെ വെച്ചാൽ ചിലവാകുന്ന പൈസേൻ്റെ 1/3 കൊണ്ട് ഇവിടെ സാധനം നടത്താം. അപ്പോൾ എന്ത് ചെയ്യും? അതങ്ങനെ നീണ്ടുപോകും. കാരണം ഗവൺമെൻറ്റിൻ്റെ നിത്യദാന ചെലവിൻ്റെ പിന്നെ ചെലവിലുണ്ടാവുന്ന അളവിലെ വർധനമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെയാണ് ഈ പാവങ്ങൾ ചെറിയ കൂലിക്ക് അവരങ്ങൾ കണ്ടിട്ടുണ്ടോ? ദിവസക്കൂലിക്ക് 200 രൂപയ്ക്കും 300 രൂപയ്ക്കും എത്ര കൊല്ലം ജോലി ചെയ്തിട്ടുണ്ടാവും? 15, 16 ഇങ്ങനെയൊക്കെ കൊല്ലം കഴിയുമ്പോഴാണ് അവരെ വളരെ കുറച്ച് ആളെ ഉണ്ടാവില്ല. അല്ലാതെ അങ്ങനെ 10,000-കണക്കിന് ആളുണ്ടാവില്ലല്ലോ. അവരിൽ എല്ലാ കാലത്തും എല്ലാ ഗവൺമെൻറ്റും 2 കൊല്ലം അയാളല്ലേ ഉമ്മൻചാണ്ടി പിന്നെ നിയമിച്ചത് ആ ഡൽഹിയിലെ കേരള ഹൗസിൽ. അദ്ദേഹത്തിൻ്റെ വിശദീകരണമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നേരിട്ട് അറിയുന്നവരാണ് ആ ജീവനക്കാർ. ഞാൻ ഡൽഹി പോകുമ്പോഴൊക്കെ എന്നോട് പറയാറുണ്ട് അവർ. അപ്പോൾ ഉമ്മൻചാണ്ടിക്കാവാം ഏതാ 2 കൊല്ലത്തിന് 20 കൊല്ലം കഴിഞ്ഞ ആളെ പിണറായി സ്ഥിരപ്പെടുത്തിയാൽ, ദിവസക്കൂലിക്കാരനാ സ്ഥിരപ്പെടുത്തിയാൽ അത് പിന്നെ പിൻവാതിലായി. അയച്ചാൽ കോൺഗ്രസ്സുകാർക്ക് മുൻവാതിലൂടെ വലിയ അഴിമതി നടത്താം. നമ്മൾ മനുഷ്യത്വപരമായിട്ട് 10 ആളെ നിയമിച്ചാൽ അത് പിൻവാതിൽ നിയമനം. ഞാൻ ഇപ്പോൾ ചെന്നിത്തലേനെ കണക്ക് പിടിച്ച മാഷ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഉണ്ടല്ലോ. 231 കൂട്ടണം 1441 സമം 3 ലക്ഷം എന്നുള്ള കണക്ക് പഠിപ്പിച്ചൊരു മാഷുണ്ടല്ലോ. ആ മാഷ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്.
മറ്റൊന്ന് ഈ കൊടുവള്ളി MLA കാരാട്ട് റസാഖിനെ ലീഗിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു ചർച്ച നടത്തി എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിന്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം 5 വർഷമാണ് ഇടതുപക്ഷവുമായിട്ടുള്ള കരാർ, ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. കരാർ പുതുക്കണോ എന്ന് ഇടതുപക്ഷം തന്നെ ആലോചിച്ചിട്ടെന്ന് പറയുന്നത്. എന്താണ് അത്തരത്തിൽ ഈ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോകാനുള്ള ഒരു ഇതാണ്? അല്ല, ഞാനൊരു 2 ദിവസം അദ്ദേഹത്തെ കാണുകയുണ്ടായി. ഞങ്ങൾ ഒരുമിച്ചാണ് സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിമനോഹരമായൊരു അധ്യക്ഷ പ്രസംഗം അദ്ദേഹം നടത്തുന്നുണ്ട്. അതിൻ്റെ നിങ്ങൾ കണ്ടാൽ മതി. അദ്ദേഹത്തിൻ്റെ നിലപാടും ഒക്കെ അതിൽ വളരെ വ്യക്തമാണ്. അദ്ദേഹം അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ്. അദ്ദേഹം പറയുന്നത് ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ എനിക്ക് നടത്താൻ കഴിഞ്ഞു എന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നതാണ്. 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ നടന്നതെന്നാണ് അദ്ദേഹം ഇവിടെ ജനങ്ങളോട് ഈ ജാഥയുടെ സ്വീകരണ യോഗത്തിൽ സംസാരിച്ചത്. എനിക്ക് ആ അറിവേ ഉള്ളൂ. UDF ഇടപെട്ടാണ് ചർച്ച നേതൃത്വം നൽകിയെന്ന് പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു, അതായത് ലീഗ് നേതാക്കളുമായി നല്ല ബന്ധമുണ്ട്. അദ്ദേഹത്തിന് പോകാൻ ഒരു തടസ്സമായിട്ട് അദ്ദേഹം പറയുന്നത് അവിടുത്തെ പ്രാദേശിക ഘടകങ്ങളുമായി ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മൾ പോകാത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറയുന്നു. പക്ഷേ ഇടതുപക്ഷത്തൊന്നും അതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത. ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഞങ്ങളോട് UDF-നെതിരായിട്ട് സഹകരിച്ചു വഞ്ചൂല്ലോ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യം. അങ്ങനെയാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷക്കാർ മാത്രമാണ്. അത് ഇടതുപക്ഷക്കാർ മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. മനസ്സിലായോ? ഇവർക്കെതിരായ പിന്നെ ഒരു രാഷ്ട്രീയ നിലപാടിൽ ഒരു ദിവസം സഹകരിച്ചാലോ നേട്ടാ. വളരെ മാതൃകാപരമായൊരു സഹകരണമാണ് അദ്ദേഹം ചെയ്തത്. ആ സഹകരണം കൊണ്ടാണ് ആ കൊടുവള്ളി നിയോജകമണ്ഡലത്തിൽ ലീഗ് തോറ്റുപോയത്. എത്ര വലിയ ഒരു സഹായം അദ്ദേഹം LDF-ന് ചെയ്തു. അതിനെ അംഗീകരിക്കണ്ടേ? ഞങ്ങൾ ആ ഭാഗത്താണ് ഞങ്ങൾ നിൽക്കുക. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ മറ്റു ഭാഗത്തിൻ്റെ ഒപ്പം ഞങ്ങൾക്ക് നിൽക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ആ ഭാഗത്തേക്ക് നോക്കിയാൽ പിന്നെ സൗഹൃദം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സൗഹൃദം ഉണ്ട്. അപ്പോൾ ലീഗുകാരോട് എനിക്ക് സൗഹൃദമില്ല. നമ്മുടെ നാട്ടുകാരില്ലേ കുറേ ആൾക്കാർ, അത് സ്വാഭാവികമല്ല. ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിനോടൊന്നും നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാന്ന് പറയുന്ന ആളെ എങ്ങനെ LDF-ന് ഇത്തരം സൈദ്ധാന്തികമായി നിലപാടെടുക്കുന്ന LDF-ന് അല്ലെങ്കിൽ CPM-ന് തിരിച്ചു പോകാൻ പറ്റുന്ന ചോദ്യം ബാക്കിയുണ്ട്. അല്ല, ഞങ്ങളെപ്പോഴും ഈ ഇന്നത്തെ ഒരു ദേശീയ രാഷ്ട്രീയ സ്ഥിതിയിൽ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നൊരു നിലപാടുണ്ട്. ആ നിലപാടിനോടുള്ള ഒരു വിരോധപരമായി ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചോദ്യത്തിൽ ഞാൻ കാണുന്നില്ല. ആ ചോദ്യത്തിലായില്ല. മതി ഇത് മതി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് KPA മജിസ്ട്രേറ്റും PB അബ്ദുൽ വഹാബൊക്കെ മത്സരിക്കാൻ പോകുന്നു. അല്ല, ഇവരൊക്കെ നമ്മളെ ലീഗിന്റെ നേതാക്കന്മാരല്ലേ? ലീഗ് സ്ഥാനാർത്ഥികളായിട്ട് അവർ മത്സരിക്കാൻ പോയാൽ നമുക്കെന്താ പറയാൻ പറ്റുക? അവർ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ. ലീഗിന്റെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡത്തെക്കുറിച്ച് എനിക്ക് യാതൊരു വിവരമില്ല. എനിക്ക് ആകെ ഒരൊറ്റ കാര്യം അറിയുള്ളൂ, അത് വേണ്ട ഞാൻ പറയണം. ഈ ഉദ്യോഗാർത്ഥികളുടെ സമരം പെട്ടെന്ന് തീർക്കാൻ കഴിയും. ഇന്നലെ ചർച്ച നടന്നിട്ട് അതിൽ ഉദ്യോഗാർത്ഥികൾക്ക് ആ ചർച്ചയിൽ അനുഭവമുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഉത്തരവായിട്ട് ഇറങ്ങണം എന്നൊരു സാങ്കേതിക പ്രശ്നമാണ്. പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും. അതിന് വലിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. അത് കാലഹരണപ്പെട്ട ഒരു പിന്നെ ലിസ്റ്റുമായി ബന്ധപ്പെടുത്തിയ കാര്യമാണ്. നിയമപരമായിട്ട് തന്നെ അതിൽ പ്രയാസം. ഗവൺമെൻറ് ഒരു സമരം നടക്കുമ്പോൾ ജനാധിപത്യത്തിൽ സമരത്തിന് ഭിന്നാഭിപ്രായത്തിൽ ഇപ്പോൾ നടക്കാത്തൊരു കാര്യമാണെങ്കിലും ഒരു സമരം ചെയ്യാൻ ഒരു ആവശ്യം എന്നോടൊരാൾ പറയാം നടക്കാത്തൊരു കാര്യമാണ്, എന്നെ വന്ന് കണ്ടു നടക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളുടെ ഉടനെ നടക്കാത്തൊരു കാര്യമില്ലേ എന്നുകൊണ്ട് ദേഷ്യപ്പെടേണ്ട വല്ല കാര്യമുണ്ട്. പരമാവധി സമാധാനപരമായിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാമല്ലോ. വിരോധപരമായിട്ട് ഇങ്ങനെ ദുശാഠ്യപരമായിട്ട് സമീപിക്കേണ്ട കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അവരൊരു സമരം നടത്തുന്നു. ആ സമരത്തിനോട് സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ ശരിയല്ല നമ്മൾ പറയണം, അല്ലെങ്കിൽ അത് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. ഇപ്പോൾ 63 ലക്ഷം പേരാണ് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നത്. 63 ലക്ഷം പേര് അപേക്ഷ കൊടുക്കുമ്പോൾ അനന്തമായ കാലത്തേക്ക് PSC റാങ്ക് ലിസ്റ്റുകൾ നീട്ടുമ്പോൾ ഇവരുടെ അവസരമുണ്ട്. പിന്നീട് വരുന്നത് പിന്നെ എഴുതാനേ പറ്റില്ല. അയാൾക്ക് പരീക്ഷ എഴുതാതെ തന്നെ പ്രായം കഴിയും. മനസ്സിലായില്ലേ? ഇവർക്ക് പരീക്ഷ എഴുതി ലിസ്റ്റിൽ വന്ന് 5 ഇരട്ടി ആളുകളുടെ പേരുള്ള നമ്മുടെ വേക്കൻസിയേക്കാൾ 5 ഇരട്ടി ആളുടെ പേരുള്ള ഒരു റാങ്ക് ലിസ്റ്റ് നിന്നാണ് അവർ കാലാവധി കഴിഞ്ഞ് പോകുന്നത്.
അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ഒരു പ്രായം കഴിഞ്ഞു. അത് ശരിയാണ്. പക്ഷെ മറ്റൊരു റാങ്ക് ലിസ്റ്റ് കയറാത്തതിൻ്റെ കാലപരിധി കഴിയുക എന്നുള്ള സ്ഥിതി വന്നു തരാൻ പാടില്ല. അതാണ് കാര്യം. നമ്മൾ ആ ഒരു സമീപനം സ്വീകരിക്കും. ആ സാഹചര്യത്തിൽ എങ്ങനെ ഉത്തരവ് ഇറക്കാൻ കഴിയും? എങ്ങനെ ഉത്തരവ് രേഖാമൂലം ഇറക്കണം എന്നുള്ള അവരുടെ ലാസ്റ്റ് ഉപാധി വെച്ചിരിക്കുന്നത്. അതെ, നടക്കാത്തൊരു കാര്യമാണ് നമ്മളിപ്പോൾ സമരത്തിന്റെ മുദ്രാവാക്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. അവരാവശ്യങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അത് അവരുടെ ഒരു ജനാധിപത്യ അവകാശമായിട്ട് കണ്ടാണ്. കേരളത്തിൽ ഇപ്പോൾ ഇന്നൊരു യാത്ര ആരംഭിക്കുകയാണ് കാസർഗോഡ് BJPയുടെ നേതൃത്വത്തിൽ. അത് യോഗി ആദിത്യനാഥിനെ പോലുള്ള നേതാക്കന്മാർ വരുന്നു. ഈ യാത്ര തുടങ്ങുന്ന കേരളത്തിൽ ശിഷ്ടായിട്ട് ആളുകൾ ഈ സേവനം പോലുള്ള ആളുകൾ BJPയിലേക്ക് ആവശ്യപ്പെടുന്നു. കേരളത്തിൽ രാഷ്ട്രീയ വിഭജനം ഉണ്ടാവാൻ ഞാനതിൻ്റെ ഒരു ഈ വരുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ തന്നെ ഒരാൾ ലവ് ജിഹാദിൻ്റെ പേരിൽ മതന്യൂനപക്ഷ വിരുദ്ധമായ നിയമം നടപ്പിലാക്കിയാണ്. ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. കിട്ടിയ അധികാരം ഉപയോഗിച്ചത് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംജ്ഞ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ തെറ്റായ നിയമനിർമ്മാണം നടത്തുക. അവിടുന്നാണ് ആദിത്യനാഥ് ഒക്കെ അദ്ദേഹത്തിൻ്റെ പൊതു രാഷ്ട്രീയ നിലപാടുകൾ നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം കേരളത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് BJPയുടെ ശ്രമം വ്യക്തമാവുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ശ്രീധരൻ BJP ചേർന്നു. അദ്ദേഹം പല നിലപാടുകളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പണ്ടൊരിക്കലും ഞാൻ നോക്കിയപ്പോൾ ഒരു വാചകം കഴിക്കുന്നുണ്ട്. അത് ഞാൻ മത്സ്യം കഴിക്കില്ല, മാംസം കഴിക്കില്ല, അത് രണ്ടും കഴിക്കുന്നവർ എനിക്കിഷ്ടമല്ല. അതൊരു ഫിലോസഫിയാണ്. അതിലൊരു പിന്നെ തത്വശാസ്ത്രമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അത്ഭുതത്തിൻ്റെ പുതിയ വശമൊന്നുമില്ല. ഇത് ഗുജറാത്തൊന്നുമില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയെ വളരെ രൂക്ഷമായിട്ടാണ് മുഖ്യമന്ത്രി ഏകാധിപതിയാണ്, അധികം മന്ത്രിമാർക്ക് അധികാരം കൊടുക്കുന്നില്ല. അതായത് വലിയൊരു ഏകാധിപതികളുടെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു ആളല്ലേ ഇന്ത്യയുടെ ആ നിലയിൽ നരേന്ദ്രമോദി. RSSന് വല്ല ജനാധിപത്യമുണ്ട്? RSS ജനാധിപത്യമല്ല, ഏകാധിപത്യം മാത്രമല്ല. ജനാധിപത്യത്തിൻ്റെ ഒരു ഉള്ളടക്കം ഒട്ടുമില്ലാത്തതാണ് RSS. അവിടേക്ക് അദ്ദേഹം പിന്നെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെയും പറയുണ്ടായി, ചരിത്രബോധം എന്ന് പറയുന്നൊരു സാധനം വേണം. അദ്ദേഹം നല്ല പിന്നെ ഇതായിരിക്കും. മറ്റേ ടെക്നോക്രാറ്റ് എന്നുള്ള വാക്കിനും വ്യത്യാസമുണ്ട്. ടെക്നോക്രാറ്റ് എന്ന പൊളിറ്റിക്കൽ സംജ്ഞയിൽ പൊളിറ്റിക്കലായിട്ട് ടെക്നോക്രാറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധന്മാർ ഭരണ നേതൃത്വത്തിലേക്ക് വരുന്നൊരു പ്രോസസ്സിനെയാണ് ടെക്നോക്രാറ്റ് എന്ന വാക്ക് നമ്മുടെ പൊളിറ്റിക്സിലധികം ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഒരു ടെക്നോക്രാറ്റ് പ്രൈം മിനിസ്റ്ററാണ് ആര്? നമ്മുടെ പിന്നെ നരേന്ദ്രമോദി, നമ്മുടെ മൻമോഹൻ സിംഗ് അങ്ങനെയാണ്. അതുപോലെ ഗിലാനി ഉണ്ടായിരുന്നു പാകിസ്ഥാനിൽ. പിന്നെ ഫ്രാൻസിലുണ്ടായിരുന്നു ടെക്നോക്രാറ്റ് പിന്നെ പ്രൈം മിനിസ്റ്റർ. അങ്ങനെ പിന്നെ ഇവിടെ ഇപ്പോൾ വന്നത് ഇറ്റലിയിൽ. അത് സ്വാഭാവികം. അത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്കൂളുകളിലെ വിദഗ്ധന്മാർ ഭരണ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ആ ഭരണ നിർവഹണത്തിൻ്റെ സാങ്കേതികതയിൽ വരുത്തുന്ന മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ രൂപപ്പെടുത്തുന്ന ഒരു സംജ്ഞയാണത്. ഇദ്ദേഹം നല്ലൊരു എഞ്ചിനീയറായിരുന്നു. അതാണ് നല്ല വാക്ക്. കോർഡിനേറ്റ് ചെയ്തിരുന്ന വെൽഫെയർ പാർട്ടിയാണ് താങ്കൾ വലിയ രൂക്ഷമായി വിമർശിക്കുന്നത്. വെൽഫെയർ പാർട്ടി UDF സഖ്യം. പക്ഷേ ഇന്നലെ തിരൂരിലെ വെട്ടത്ത് പോലും ഒരു പഞ്ചായത്തിലെ ക്ഷേമകാര്യ അധ്യക്ഷ സ്ഥാനം വെൽഫെയർ പാർട്ടി മുന്നണിയുടെ CPM എടുക്കുകയായിട്ട് എനിക്കൊന്ന് ജില്ലാ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ രാജിവെപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ എങ്കിൽ പോലും ഈ പ്രവർത്തകർ അല്ലെങ്കിൽ കമ്മിറ്റികൾ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതായിരുന്നില്ലേ? അത് അത്തരത്തിൽ പാർട്ടി ഇതിപ്പോ ഒരു എവിടെയെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവത്തിൽ പിന്നെ ഒരു പഞ്ചായത്തിലൊരു വോട്ടുണ്ട്. ഇവർ പറഞ്ഞിട്ടൊന്നുമില്ല, അവരൊരു വോട്ടാണ്ട് ചെയ്തു. നമ്മൾ ജാഗ്രതപ്പെടുത്തിയിട്ട് എല്ലാ കാര്യമുണ്ട്. അവരൊന്നൊരു വോട്ടുണ്ട് ചെയ്ത് നമ്മളെ ജാഗ്രത കൊണ്ട് എന്താ കാര്യം? നമുക്ക് ജാഗ്രതപ്പെടുക എപ്പോഴാച്ചാൽ അവരത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാജിവെക്കാനുള്ള ജാഗ്രത വേണം. അതിപ്പോൾ ഒരു കാണിച്ചു മതി. കൺവീനർ ഒരു രാഷ്ട്രീയ പറയാ. കൺവീനർ പറയാ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മതാധിഷ്ഠിത രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന വിഭാഗവുമായി ഞങ്ങൾ രാഷ്ട്രീയ സഖ്യത്തിന് അങ്ങനെ സംസാരിക്കുക. അതാണ് രാഷ്ട്രീയത്തിലെ ഭാഷ. വോട്ട് വേണ്ടെന്ന് പറയുകയാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ നിലപാടാണ് രാഷ്ട്രീയത്തിൽ. RSSനോടുള്ളൊരു നിലപാടാണ് നമ്മൾ സ്വീകരിക്കുക. അങ്ങനെയല്ലേ രാഷ്ട്രീയം? അതാണ് രാഷ്ട്രീയ നിലപാട്. പിന്നെ ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. മൃദു ഹിന്ദുത്വം തുടരുന്ന കോൺഗ്രസിൽ തന്നെയല്ലേ കേരളത്തിന് പുറത്ത് ഇടതുപക്ഷത്തിന്റെ എല്ലാ ബന്ധങ്ങളും കൊള്ളുന്നത്? മൃദു
അതെ. കോൺഗ്രസുമായിട്ടല്ലേ ഇടതുപക്ഷത്തിന്റെ കേരളത്തിന് പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ ബന്ധങ്ങളുള്ളത്? തീവ്ര ഹിന്ദുത്വത്തെ തോൽപ്പിക്കലാണ് പ്രധാന കാര്യം. അതല്ലേ ഇടതുപക്ഷത്തിൻ്റെ ഒരു കരുത്ത്. ഞങ്ങൾ BJP വരാതിരിക്കാൻ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയായിട്ട് പിന്തുണച്ചാൽ സോണിയാഗാന്ധിനെ വേണമെങ്കിൽ പ്രധാനമന്ത്രിയായിക്കോട്ടെ എന്ന് പറഞ്ഞ പാർട്ടി ഞങ്ങളുടേതാണ്. അത് ഞങ്ങൾക്ക് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അപകടത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ കൊണ്ടാണ്. അത് CPIM-നും ഇടതുപക്ഷത്തിനും മാത്രമേ അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അത് നിലപാടാണ്. എവിടെയൊക്കെ നമുക്ക് BJP പടരുന്നതിനെ തടയാനാവുമോ അതൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇവിടുത്തെ കോൺഗ്രസിനെ നിങ്ങൾ അതിൽ കൂട്ടണ്ട. ഇവർ എല്ലാ ദിവസവും രാവിലെ BJP-ക്കാരോട് സഹവർത്തിത്വത്തിൽ പോവുക, BJP-ക്കാരോട് സഹായം തേടുക, പ്രധാനപരമായിട്ട് പെരുമാറുക എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നതാണ് ഈ ഇവിടുത്തെ ഈ സെറ്റ്. അവർ നമ്മൾ മറ്റേ സമരമായിട്ട് ബന്ധപ്പെടുത്തി കൂടിയാലോചിക്കേണ്ട കാര്യങ്ങളില്ല. സോണിയാഗാന്ധിൻ്റെ നിലപാടിന് വിരുദ്ധമായിട്ട് പിന്നെ ചെന്നിത്തല സംസാരിക്കുന്നത് നമ്മൾ കണ്ടില്ലേ ഈ കേന്ദ്ര ഏജൻസികളുടെ കാര്യത്തിൽ. അതുകൊണ്ട് ഇവർ എല്ലാ സ്ഥലത്തും കോൺഗ്രസ് നിന്ന് കുറച്ചാൾ BJP-ക്ക് പോകുന്നുണ്ട്. പിന്നെ കൂട്ടപാലായനത്തിന് തയ്യാറെടുക്കുന്നവർ അധികമുള്ളത് കേരളത്തിലാണ്. ലാസ്റ്റ് വന്നൊരു വാർത്തയായിരുന്നു. ഇപ്പം അല്പം നമ്മൾ പറഞ്ഞത് കാരാട്ട് റസാഖ് ചർച്ച നടത്തിയെന്ന് പറഞ്ഞത്. ഇപ്പം KP മജീദിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞാലിക്കുട്ടിയോ പാർട്ടിയോ ഈ KP മജീദ് ആരും ഇടപെട്ട് ഒരു ചർച്ച നടത്തിയിട്ടില്ല, അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പുതിയ എന്തോ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. അങ്ങനെ കാരാട്ട് റസാഖ് എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയണമെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയമുണ്ട്. അടഞ്ഞ അധ്യായമല്ലാന്നാണ് കാരാട്ട് റസാഖ് പറഞ്ഞിട്ടുള്ളത്. കാരണം ലീഗ് നേതൃത്വം പൂർണ്ണമായിട്ട് തള്ളുകയും നിങ്ങൾ ഈ ചോദ്യം നമുക്ക് പിന്നെ എന്താ അറിയോ, നിങ്ങളുടെ അടുത്തുള്ളൊരു ഇത് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ പറഞ്ഞാൽ തന്നെ എനിക്ക് കൺഫ്യൂഷൻ. ഇതിപ്പോൾ KP മജീദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണോ അതോ കാരാട്ട് റസാഖ് നിങ്ങളോട് പറഞ്ഞാണോ ഇതൊന്നും വ്യക്തമല്ല. അതിലേ പറഞ്ഞേ അത് തമ്മിലുള്ള പരസ്പര വൈരുദ്ധ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. അല്ലല്ല ഈ തെരഞ്ഞെടുപ്പിലും പോലീസ് സഖ്യത്തെ കുറിച്ച് ആശങ്ക തോന്നുന്നുണ്ടോ? പറഞ്ഞത് വെച്ചിട്ടാണ് നമ്മൾ ചോദിച്ചത്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വലിയ ആത്മവിശ്വാസം കേരളത്തിലെ ഇടതുപക്ഷ പിന്നെ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വിജയത്തെക്കുറിച്ചും പിണറായിയുടെ നേതൃത്വത്തിൽ ഒരു തുടർ ഭരണം ഉണ്ടാവും എന്നെ സംബന്ധിച്ചും തികഞ്ഞ ആത്മവിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ളത്. വികസനത്തിനൊപ്പം ആണ് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുക. ഞാൻ ആദ്യം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റേ കാര്യത്തിലൊന്നും ഞാനിപ്പോൾ എത്ര സൂക്ഷിച്ചാലും നിങ്ങൾ ഒരു വാർത്ത ഉണ്ടാക്കും, അതിലൊരു കാര്യമുണ്ട്. നമുക്കതിലൊരു മത്സരം വെക്കാം.